പിന്നെ ഞാനൊരു വളം നല്ലൊരു അടിപൊളി സ്ലെറിയാന്ന് അത് ഞാൻ കൊടുക്കാനാണ് പോകുന്നത്. അതിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നല്ല പൂവും കായും നല്ല അടിപൊളിയായിട്ട് ചപ്പെല്ലാം ഇലയെല്ലാം വീതിയോടെ വന്നിട്ട് ഇത് കാണാം നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമല്ലോ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അത്ര നല്ല വളമാണ്, ഇലി ഇല്ലാത്തതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് പോകുന്നത്. ഞാൻ ഇത് രാക്കി വെച്ചതാണ്. ഇത് ഒരു ചുഴി എന്തെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അടുക്കള വേസ്റ്റ്, പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, പച്ചച്ചാണകം എല്ലാം കൂടി കുറുങ്ങനാക്കിയതാണ്. ഇത് സീമക്കൊന്നേൻ്റെ ചപ്പ്, പിന്നെ കപ്പച്ചപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് നല്ലൊരു സ്ലെറിയാണ്. ഇത് നേർപ്പിച്ചിട്ട് വേണം ഒഴിക്കാൻ, നേർപ്പിച്ച് കൊടുക്കണം. ഇതിൽ ആ ചപ്പെല്ലാം വാരാനുണ്ട് അത്ര, പുണ്ടിയെല്ലാം വാരി കളയണത്ര. വേണ്ട, ഈ പുണ്ടിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഇതെല്ലാം വാരിയിട്ട് ഇതിൻ്റെ ചോട്ടിലിടണം. ഉണ്ടല്ലേ, ഇതേപോലെ ഇതിൻ്റെ ചോട്ടിൽ വാരി ഇടുക. കണ്ടല്ലോ, ഇതേപോലെ ഇതിങ്ങനെ ആക്കിയിട്ട് നല്ല വളം. ഇത് നല്ല വളം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു വളം നിങ്ങൾക്ക് കാണൂല എന്നാണ് എനിക്ക്. അത്ര നല്ല വളം ഇത്, അത്രയും നല്ല വളമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്താൽ നല്ല വളം. ഇതെന്തെല്ലാം വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് പച്ചച്ചാണകം, വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പിന്നെ കടലമാവ്, കടലപ്പിണ്ണാക്ക് കൂടാണ്ട് പൊടിച്ച കടലമാവില്ലേ, നമ്മൾ പലഹാരം ഉണ്ടാക്കുന്ന കടലമാവ്, അത്, പിന്നെ വെല്ലം, പിന്നെ എന്ന് വെച്ചാൽ സീമക്കൊന്ന, കപ്പച്ചപ്പ്, മുരിങ്ങാച്ചപ്പ്, ഇതെല്ലാം കൂടിയുള്ള വളം. ഇതെന്ന് വെച്ചാൽ അങ്ങ് ഓട്ടത്തിന് കണക്കുണ്ടാവില്ല, അത്രയും നല്ല വളം. അതുകൊണ്ട് കുറേ നേർപ്പിച്ചിട്ട് വേണം ആക്കണ്ടിക്കൽ. എടാ, ഈ ചപ്പെല്ലാം ഇങ്ങനെ ഞാൻ വാരിയിട്ട് പിന്നെ ഇല അടിഞ്ഞിട്ടില്ല, സീമക്കൊന്നേൻ്റെ ഇലയെല്ലാം ഇനി ഇനിയെന്ന് വെച്ചാൽ ഞാൻ അരച്ചിട്ടാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നേർപ്പിച്ചിട്ട് ഇതിപ്പോൾ നല്ല കട്ടിയുള്ള വെള്ളമായിരുന്നു. ഇതിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നേർപ്പിച്ചിട്ട് ഇതേപോലെ നേർപ്പിച്ചിട്ട് ഒഴിക്കാം. കുറച്ചും കൂടി ഒഴിക്കണേ. കണ്ടില്ലേ, വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടിയിലല്ല 5 ഇരട്ടി വെള്ളം ഒഴിക്കണമെങ്കിൽ 5 ഇരട്ടി വെള്ളം ഒഴിക്കുന്നു വെച്ചാൽ അത്രയും കട്ടിയുണ്ട് അതിൽ. അത് പിന്നെ ഇത് ഒഴിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഈ കായ് ഉണ്ടാകുമ്പോഴെല്ലാം നല്ല കായ് വണ്ണവും വെക്കും, നല്ല ഇലയെല്ലാം നല്ല ചപ്പ് വീതിയോടെ ഇങ്ങോട്ടേക്ക് വരും. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിതവിടെ ഒഴിച്ച് കൊടുക്കട്ടെ. കണ്ടോ, അങ്ങനെ തൽക്കുന്ന ഇങ്ങോട്ടേക്ക് വരാം. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ചേ ഒഴിക്കണ്ടു, ഒരുപാട് ഒഴിക്കണ്ട. ഇതിൻ്റെ ചോട്ടിലാവാണ്ട് നോക്കണം. ഇതിൻ്റെ മണ്ണിലല്ലാണ്ട് ചോട്ടിലാവാണ്ട് നോക്കണം. ചുറ്റും ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പോൾ വേഗം വെച്ചാൽ കായ് പൂക്കാൻ തുടങ്ങി. ഇതെല്ലാം ഈ പയറെല്ലാം പൂക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഇതിപ്പോൾ എടുത്ത് കൊടുത്തിട്ടില്ലേ, കണ്ടല്ലോ, ഇതെല്ലാം പിന്നെ പൂ കായൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഇത്തിരി അർജൻറ്റായിട്ട് കൊടുക്കുന്നത്. നല്ലപോലെ എല്ലാ സാധനവും നല്ലോണം ഉണ്ടാവും, കായും പൂവും എല്ലാം നല്ലപോലെ ഉണ്ടാവും. ഇതിൻ്റെ ചപ്പിൻ്റെ ഇല വീതി വരലും കറുപ്പും, ഇതിപ്പം നിങ്ങളിപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെയാണ് ഉള്ളത്. ഇതിൻ്റെ അവസ്ഥ നിങ്ങൾ ഒരാഴ്ച ഞാൻ ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്താണ് എൻ്റെ ചെടീൻ്റെ അവസ്ഥ. ഇതെല്ലാം കൂടി ഒഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയിലധികമായി ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇനിയിപ്പം ഞാനിങ്ങനെ ഇനിയിപ്പോൾ അങ്ങോട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ അപ്പുറത്തെ ആ കക്കിരിക്കും ഇനിയെല്ലാം ഒഴിക്കണം. ഇത് പയറിനായി ഇപ്പോൾ ഒഴിക്കുന്നത്, പയറും കക്കിരിയും എല്ലാത്തിനും ഒഴിക്കേണ്ടതാണ്. പക്ഷെ എല്ലാത്തിനും ഇപ്പോൾ ഒഴിക്കുന്നില്ല. തക്കാളിക്ക് പിന്നെ ഒഴിക്കാം. തക്കാളിക്ക് ഇതിനിടയ്ക്കത്തെ ആ വളം കൊടുത്തത് നല്ല ഉഷാറായി, നല്ലപോലെ ഉഷാറായിട്ട് വരുന്നുണ്ടത്. ആ വളം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇനിയിപ്പോൾ ഞാൻ ഇതിന് ഒഴിച്ച് കൊടുക്കട്ടെ. എല്ലാത്തിനും ഇത് ഒഴിച്ച് കൊടുത്താൽ കായും പൂവും ഉണ്ടാവാനും, പിന്നെ ചെടികൾ നന്നായി തഴച്ച് വളരാനും, കായ് വണ്ണം വെക്കാനും ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. കായ് വണ്ണം വെക്കും, നല്ലോണം കായ് വണ്ണം വെക്കും, അതിന് വേണ്ടിയിട്ടാണ് ഇത് നല്ലൊരു വളം എന്ന് വെച്ചാൽ
ഏറ്റവും ഇങ്ങനത്തെ ഒരു വളം നമ്മൾ ഇംഗ്ലീഷ് വളം കൂടി ആവില്ല, അതിനെക്കാട്ടി നല്ല വളം ഇത്. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് വളം കൊടുത്തിട്ട് ആക്കുന്നില്ല, അതിനെക്കാട്ടി നല്ല വളം ഇത്. ഉണ്ടല്ലേ? ഇപ്പൊ ചെറിയതല്ലേ, ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നിങ്ങൾ പന്തൽമിൽ എത്തിയിട്ട് കായ് ഉണ്ടാവാൻ തുടങ്ങും. ഒരാഴ്ച കഴിയണ്ട, അതിലിടക്ക് തന്നെ ആവും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുകയും ചെയ്യാം. ഇന്നത്തെ ദിവസം അറിയാലോ, ഇന്ന് ഇന്ന് ഫെബ്രുവരി 20 അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഫെബ്രുവരി 20 ഞാൻ ഓരോരാൾക്കും വിശ്വാസക്കുറവുണ്ട്. ഓരോരാൾ ചോദിക്കുന്നത് ഇത് ചോദിച്ചാൽ ഉണങ്ങിപ്പോവോ എന്തെല്ലാന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഒന്നും സംഭവിക്കൂല. പക്ഷെ നേർപ്പിക്കണം, കട്ടിയോടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇല്ലെങ്കിൽ ലേശം പച്ചവെള്ളം നനച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ മേലെ കൂടി ഇപ്പം തന്നെ കുറച്ച് പച്ചവെള്ളം പൈപ്പ് കൊണ്ട് അടിച്ചിട്ട് കുറേശ്ശെ അതിൻ്റെ മേലെ അടിച്ചു കൊടുക്കണം. എന്നാലെന്ന് വെച്ചാൽ അഥവാ മെരടിന് മുട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട. അതാണ്. ഉണ്ടല്ലേ? ഇനിയിപ്പം ഇവിടെ 2 എണ്ണത്തിനും കൂടി ഉണ്ട്. ഇവിടെ അതിനും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ. 2 എണ്ണം കൂടി ഉണ്ട് അവിടെ. 2 എണ്ണമല്ല, ഇവിടെ ഇപ്പത്തുണ്ട്. അത് പിന്നെ നാളെ ഞാൻ വിൽക്കാം. ഇനിയിപ്പം അതിന് സമയമില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതാണ്. ഇതിപ്പം കണ്ടില്ലേ, ഇതേപോലെ കട്ടിയുള്ള സാധനങ്ങളാണ് ഇത്. കണ്ട, ഇത് കട്ടിയോടെ ആക്കിയ ഇതാണ്. ഇതിപ്പം കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കൂടി ലേശം ഞാൻ പച്ച നനക്കും. എന്നുവെച്ചാൽ വേപ്പും പിണ്ണാക്കല്ല, മറ്റേ പിണ്ണാക്ക്, കടല പിണ്ണാക്ക് ഭയങ്കര ഉണക്കം വരുന്ന സാധനം. അതുകൊണ്ട് വെച്ചാൽ വെള്ളം നനക്കണം അപ്പാടിന്. ഇത് നനച്ച് കഴിഞ്ഞാൽ കുറച്ച് പാറ്റുവേ കൊണ്ടു അതിൻ്റെ ചോടിന്ന്. ഇത് മതി. ഇനി അത്രേ അടിയുള്ളൂ, അതിന് ഒഴിക്കാനും കൂടിയാണ്. കണ്ട, 1 2 ഇത് കുറച്ച് നേർപ്പിച്ച് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ നല്ല നേർമയായിട്ട് ആക്കി വെക്കണം. ഇനി ഞാനിത് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ട, പയറെല്ലാം പൂക്കാൻ തുടങ്ങി. ഇതെല്ലാം പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ഈ ചപ്പ് എല്ലാം വീതിയോടെ വരാനാണ് ഇതിപ്പം കൊടുക്കുന്നത്. ഇനി ഒരു മരുന്നും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. എന്നാൽ അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ ഉണ്ടായിക്കോളൂ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്ക്. എന്നാൽ നിങ്ങളെ പച്ചക്കറി കൃഷി ഓടുന്നത് അറിയില്ല. ഇനി ഇതിപ്പം ഇപ്പം കായ് ഉണ്ടായി തുടങ്ങി. ഇതാ കണ്ട കായ് ഉണ്ടാകുന്നുണ്ട. ഇതാ കക്കിരിക്ക ഉണ്ടാകുന്നുണ്ട. ഇത് കണ്ടില്ലേ? കക്കിരിക്ക കണ്ടില്ലേ? അപ്പുറത്തും ഉണ്ട് ഉണ്ടാകുന്നത്. കാണിച്ചു തരാം. അപ്പുറത്തും ഉണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി. ഇനിയിപ്പം പുതിയത് നട്ടതാണ്. ഇനിയിപ്പോൾ ഇതും കൂടി ഞാൻ കാണിച്ചു തരാം. അത് ഇത് താഴോട്ട് അടിയുന്നേ ഉണ്ടാവും. ഇത് ഇനിയിപ്പോൾ ഇത് മുകളിലോളം എത്താൻ വേണ്ടിയിട്ടാണ് ഇത് താഴേന്ന് ആയിപ്പോയി. ഇത് ഉഷാറാവാണ്ടായിപ്പോയി. ഇനിയത്തേലാണ് ഓടിയിട്ട് ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് നല്ല ചപ്പ് വീഡിയോടെ വരും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, പിന്നെ സബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ.